സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ എന്തായിരുന്നു ചെയർ. ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ ചെയറിൻ്റെ വെയിറ്റ് കൂട്ടാൻ പോവുകയാണ്. അതുമല്ലാതെ എൻ്റെ 5 മില്യൺ സബ്സ്ക്രൈബർ അടിച്ചിരിക്കുന്ന വീഡിയോയും കൂടിയാണിത്. അതിൻ്റെ സെലിബ്രേഷൻ നമുക്ക് വേണം. അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാനുണ്ട്, കുറേയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ ബൈ ബാംഗ്ലൂർ നാളെ പോകാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ പറ്റത്തില്ല. ഇനി ഞാൻ നാളെ തമിഴ്നാടും കൂടി പോകാമെന്ന് വിചാരിച്ചാണ്, പക്ഷെ പറ്റത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ മറ്റേ പെയ്ഡ് ഇഞ്ചക്ഷൻ എടുക്കണമുണ്ട്. ഒരു പേ ഇഞ്ചക്ഷൻ ഞായറാഴ്ച എടുക്കണോ, പിന്നെ നാളെ ഇറങ്ങിയിട്ട് 2 ദിവസം ട്രിപ്പ് അടിച്ചിട്ട് വരാൻ പറ്റത്തില്ല. 2 വീഡിയോ ആയിട്ട് വരായിരുന്നു. പോകുന്ന വഴി തമിഴ്നാട്ടിലും പിന്നെ ബാംഗ്ലൂരിലും പിന്നെ ചേടിക്കോട്ട് വരായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ നമുക്ക് ചെയർ എടുത്തുകൊണ്ട് പോയിട്ട് വെയിറ്റ് കൂട്ടിട്ട് കൊണ്ടുവരാം. അത് പൊങ്ങത്തിലും നോക്കാം. ആയിട്ട് ചെയറിൻ്റെ വീട് വേണം നാളത്തേക്ക് അടിച്ചിറക്കാം, പൊങ്ങിയ. അല്ലെങ്കിൽ പിന്നെ 5 മില്യൺ സെലിബ്രേഷൻ വീഡിയോ ചെയ്യണമെന്നുണ്ട്. അതിനൊരു ടിവിയും ഒരു ജനറേറ്ററും വേണം. ബീച്ചിൽ കൊണ്ട് വെക്കാനാ. ജനറേറ്ററൊക്കെ എവിടെയും തപ്പണം. എന്തായാലും കുറേ പ്ലാൻ ഉണ്ട്. ഒന്നും തുടങ്ങിയിട്ടില്ല. നമുക്ക് അത് ചെയർ തീർക്കാം ആദ്യം. ഈ ചെയർ എത്ര നാളെൻ്റെ കൂടെ നിൽക്കുമെന്ന് അറിയില്ല. എന്താ കരീംബായിനെ തൊടാൻ സമ്മതിക്കാറില്ല. ഒരു പൂച്ചനെ തൊട്ടതിൻ്റെ വിഷമം ഇപ്പോഴും മാറിയിട്ടില്ല. കരീംബായിനെ റിയാക്ട് ചെയ്ത് നോക്കട്ടെ. അവന് തൊടുന്ന ഇഷ്ടമല്ല. ഓ സീരിയസ്ലി അവൻ തൊടാൻ സമ്മതിക്കുന്നത് വെറും കൊള്ളാമല്ല. വണ്ടിയുടെ എപ്പോൾ നോക്കിയാലും വൈപ്പർ ഫ്ലൂ ഇട്ടുകൊണ്ടിരിക്കണം. ഇതിന് അളവൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ഇനി അളവൊക്കെ കാണാപ്പാടാ. നിറയൂ. പിന്നെയും എൻ്റെ തടി റെഡിയാക്കുന്ന ചേട്ടനൊക്കെ വന്നിരിക്കുകയാണ്. എൻ്റെ തടിയല്ല, ഈ ചെയറിൻ്റെ തടി. ഞാനിത് കൊണ്ടുപോയി കുറച്ച് വെയിറ്റ് കൂട്ടിട്ട്, എനിക്കൊരു ഡൗട്ട് എന്ന് വെച്ചാൽ ആവശ്യത്തിന് വെയിറ്റ് കൂട്ടിയിട്ട് എനിക്ക് പൊക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എനിക്ക് ലാഗ് ആവും വീഡിയോ. ഇപ്പോൾ പൊക്കുന്നവരെ ഞാൻ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ഇപ്പോഴേ ഓൾറെഡി ആൾക്കാർക്ക് പൊക്കാൻ പറ്റില്ല സത്യം പറഞ്ഞു. എന്നാലും എനിക്ക് കുറച്ചുകൂടി വെയിറ്റ് കൂട്ടണമെന്നുണ്ട്. വെയിറ്റ് കൂട്ടിക്കഴിഞ്ഞിട്ട് മോസ്റ്റ്ലി നാളെ നടക്കത്തില്ല. പിന്നെ വീഡിയോ നാളെ പോകത്തില്ല, നാളെ എടുക്കാൻ പറ്റത്തില്ല. എന്തൊക്കെയാണ് മോനെ. ചേട്ടാ കുറച്ചുകൂടി വെയിറ്റ് ഇട്ടേക്ക്. ഞാൻ എന്തായാലും നാളെ കൊണ്ടുപോകാം. അപ്പം ആരും പൊക്കുന്നില്ല. ഞാൻ പൊക്കുന്നുണ്ട്. ആരും പൊക്കുന്നില്ല, പക്ഷെ എന്നാലും ഒരു സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി കുറച്ചുകൂടി കൂട്ടിയതായിരിക്കും. അത് കളഞ്ഞിട്ടല്ലേ പൊക്കത്തത്. എങ്ങനെയാന്ന് വെച്ചാൽ ഈ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഒരു പെൺകൊച്ചിനെ വന്നിട്ട് കറക്റ്റ് 10 ഇഞ്ച് എത്രയാന്ന് അളന്ന് കാണിക്കാൻ പറയും. കണ്ടിട്ടുണ്ടോ നീ? ഇല്ലേ? 10 ഇഞ്ച് ആക്കി നീ. ദസ് ബനാന ठीक है. 10 ഇഞ്ച് ഡിസൈഡ് ഇത്ര ആണ്. അതിന് 10 നടന്നില്ല. അവന് 1 ഫീറ്റ് എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞു. 12 11 ഒന്നേല കിടക്കുന്നത്. 12 അടിയാണ്. ഒരു അടി കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നീ പിടിച്ച ഞാൻ ചെയ്ത് കാണിക്കാം. 10. ഇത് 7, ഇത് 8, ഇത് 9, 10. ഇത് 10 करेक्ट 10. शेयर का वेट बढ़ा दिया, देखते हैं कि वो उठेगा कि नहीं. എനിക്ക് ആര് പൊക്കുക? മകനെവിടെ? പൊക്കിക്ക്. മകനുമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. താഴത്ത് അവിടെ. അങ്ങനെ കൈ സപ്പോർട്ടില്ല, ഇങ്ങനെ റിസ്റ്റേ മാത്രം. മകൻ പൊക്കുമെന്ന് പറഞ്ഞത്. താഴെ മുട്ടിക്കരുത്. അങ്ങനെയല്ല. കാരണം എനിക്ക് ഇപ്പോഴും ചെറുതായിട്ടും കൂടി ഒന്ന് ഒരു ചെറിയൊരു പീസ് ഇട്ടേക്ക്. ഇട്ടേക്ക്. 10,000 പോയാലോ അറ്റ്ലീസ്റ്റ് കുറച്ച് നേരം വീട് നിൽക്കണം. പെട്ടെന്ന് വന്ന് ആരെങ്കിലും പൊക്കി തീർത്താൽ വീട് തീർന്നു. ആ ഒരു കുഴപ്പമുള്ളൂ. എനിക്ക് സമയം കുറച്ച് കിട്ടണം, അത്രേ ഉള്ളൂ. ഓൾറെഡി ഇത്രയും കൂടിയിട്ടും എനിക്ക് പൊങ്ങുന്നത് എങ്ങനെയാണ്? ഇതിനി കൂട്ടിക്കാൻ ചിലപ്പോൾ പൊങ്ങത്തില്ല ഏട്ടാ എന്നെ കൊണ്ട്. ചെയറിൻ്റെ വെയിറ്റ് ഇനിയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നല്ല വെയിറ്റ് വന്നുണ്ട് ചെയറിന്. ഒരു വെയിറ്റ് ഇപ്പോൾ നേരത്തെ കാട്ടിയും കൂടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം 1.1 കിലോ. ഇപ്പം 6.5 ആയല്ലേ. പൊങ്ങിനെ നാളെ എറണാകുളത്ത് വീഡിയോ എടുക്കാൻ പറ്റുന്നത് എനിക്ക്. ഇപ്പം മതിയായിരിക്കുമല്ലേ? അത് തുടക്കത്തിൽ കയറി ഞാൻ പോയി വെറുതെ അപ്പത്തന്നെ തീർന്നു പോയി കഴിഞ്ഞാൽ വീഡിയോ കുറച്ച് പോയിട്ട് എനിക്ക് പൈസ പോകുന്നതിന് കുഴപ്പമില്ല. വീഡിയോ ഒരു 10-15 മിനിറ്റെങ്കിലും വേണ്ട. ബോയ്സ് ആദ്യം വെയിറ്റ് കൂട്ടി ഞാൻ പൊക്കി, രണ്ടാമത് വെയിറ്റ് കൂട്ടി ഞാൻ പിന്നെയും പൊക്കി. എൻ്റെ സ്ട്രെങ്ത് ഒടുക്കത്തെ കൂടിയതാണോ എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുമോ? എനിക്ക് എന്ത് ചെയ്യും ഞാനിത് കൊണ്ട്? ആ ചേട്ടൻ്റെ മകൻ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ അത് കാണണമല്ലോ എന്നാണ് ആഗ്രഹിച്ചത്, കണ്ടില്ല. ഈ പാർക്കിംഗ് ജോബ് കാരണം എനിക്ക് പാസഞ്ചർ സൈഡിൽ നിന്ന് കയറണമല്ലോ. ആർക്കെങ്കിലും പൊക്കാൻ പറ്റുന്നെങ്കിൽ ട്രെയിനറിനാണ്. ട്രെയിനറിനെ ഒന്നുകൂടി ഇപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഒരു കക്ഷിയുണ്ട്. ഇങ്ങനെ പൂക്കളമാണ് ഇലയാണെന്ന് അറിയത്തില്ല, അതൊക്കെ ഇട്ട് ഓടിച്ചോണ്ടിരിക്കുന്നു. അതാരായിരിക്കും? എൻ്റെ മദർ കണ്ടിട്ട് പോലുമില്ല ഞാൻ സൈഡിലുണ്ടെന്ന്. ഒന്ന് നമുക്ക് സൈഡിൽ പോകാം കേട്ടോ. അമ്മേനെ വീഴ്ത്തരുത് ഞാൻ. മമ്മി കണ്ടില്ല. ട്രെയിനർ വന്നിരിക്കുന്നു. ട്രെയിനർ
എന്നെ കൊല്ലാൻ നിന്നെക്കൊണ്ടൊരു ജോലിയുണ്ട്. എന്താണ് നീ ഇങ്ങനെ എപ്പോഴും ഈ പച്ചയൊന്നും ഇടാടാ. പച്ച നിനക്ക് സൂട്ടല്ല, വേറെ കളർ. ഇന്ന് പോയി എടുക്കണം ഇപ്പൊ. അതിനകത്തൊന്നും ഇല്ല. അല്ല എന്താണ് എടാ ഒന്നും ഇല്ലടാ, നീ ഇതിനെ മേടിക്കില്ല. ചെയർ ബസ്. ആ ചെയർ. ചെയറാണ് നീ ചെയർ തന്നെ. ഇത് പൊക്കി നോക്കാനാ. എംപി മുട്ടുകുത്തി നോക്കിയായിരുന്നല്ലേ? നോക്കി. എങ്ങനെ മനസ്സിലായെന്ന് അറിയാവോ? എന്താ പറ. നീ നോക്കിയാ മതി. ഓണസ്റ്റ് റിവ്യൂ പറയണം നീ. പറ്റുന്നില്ല. പൊങ്ങുന്നില്ല. എന്തുവാ? ഇച്ചിരി പൊങ്ങി, ഇച്ചിരി പൊങ്ങുന്നില്ല. നാളെ ഇത് എറണാകുളത്തോട് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും പൊക്കുക? ഇല്ല. പക്ഷെ നീ പണ്ടത്തെ ഫോം അല്ലല്ലേ. നീ എങ്ങനെ പറയുന്നത് നീ പൊങ്ങില്ലെന്ന്? എംപിയുടെ ഫാൻസ് പോണ്. എംപി പൊങ്ങുന്നുണ്ടാ? ആ എനിക്ക് പൊങ്ങുന്നുണ്ട്. ഇല്ല എംപി, പാടാ എംപി. വിചാരിക്കുന്ന പോലെയല്ല. ഞാനും ഓർത്ത് എനിക്ക് മാത്രമേ ശക്തി ഇല്ലെന്ന്. ഇപ്രാവശ്യം പൊക്കും. വീർത്ത് വന്നേ. വെയിറ്റ് കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വെയിറ്റ് കൂടുന്നത് മതി. കൂട്ടിക്കഴിഞ്ഞാൽ എംപിയും പൊക്കും. ഇതിപ്പോ കൂട്ടി. ഇനിയും കൂട്ടിയ? ഇനി അടിച്ചു കൂട്ടി. വെറുതെ അല്ല. ആദ്യം കൂട്ടി. സ്ത്രീയുടെ മകൻ പൊക്കുമെന്ന് എന്റെയൊക്കെ പറഞ്ഞു. മകൻ വന്ന് പൊക്കാൻ നോക്കി, പൊങ്ങിയില്ല. ഞാൻ പറഞ്ഞു പിന്നെയും കൂട്ടാൻ. പൊങ്ങത്തില്ല. കുറച്ചേറെ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. നോക്കി, ഞാൻ ഈ ഗ്രൗണ്ടിലോട്ട് വന്നിരിക്കും. ഒന്ന് നമുക്ക് 2-3 ആൾക്കാരെ കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നാളെ എറണാകുളത്ത് പോയി നമുക്ക് ഈ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോൾ ചെയ്യുന്നതിന് പൈസ കിട്ടത്തില്ല. അപ്പോൾ ഇവന്മാർക്ക് പൈസ കിട്ടുമെന്ന് പറഞ്ഞ് വരുമെന്ന് അറിയത്തില്ല. പൈസ ഒന്നും ഇല്ല, വെറുതെ പൊക്കിയാൻ. അങ്ങനൊന്നും അല്ല. ഇങ്ങനെ പിടി. കാലിൽ മുട്ടുകുത്തി. അവൻ എങ്ങനെയും പോകട്ടെ. താഴെ പിടിക്കണം. ഏറ്റവും താഴെ. പൊക്കിക്കോ. നേരെ പൊങ്ങി വരണം ചെയർ. ഇല്ലേ? വാ. 4 കാലും പൊങ്ങി ഇങ്ങനെ വരണം. അവനെ കൊണ്ട് നടക്കുന്നില്ല. ഞാൻ നേരത്തെ ചെയ്ത് ഇപ്പോഴും ചെയ്യും. അവരെന്നെ കൊണ്ട് ജയിപ്പിക്കാൻ പറയുന്നത് 3ാമത്തെ പ്രാവശ്യം. ഇത്രേ ഉള്ളൂ. അത് ഇതൊട്ടൊരു ബന്ധമില്ലല്ലോ മക്കള്. ആ ബന്ധത്തിനായിട്ട് നീ കൂട്ടി ചോദിക്കാൻ നോക്കോ? നാളെ ഇനി എറണാകുളത്തോണ്ട് എറണാകുളത്തെ പിള്ളേർ പൊക്കിയാൽ നാണക്കേടാ കേട്ടാ. ആലപ്പുഴ പിള്ളേർക്ക് ശക്തിയില്ലെന്ന് പറയും. അവൻ എറണാകുളത്തെയാണോ? എനിക്ക് ബ്രോഡ്കാസ്റ്റ് ഉണ്ടോ? ഇല്ല. കള്ള ഞാൻ ബ്രോഡ്കാസ്റ്റ് ജോയിൻ ചെയ്തത്. ഇല്ലാത്ത ബ്രോഡ്കാസ്റ്റ് ഉണ്ടാക്കിയെടുത്ത. ഒരേ ആൾക്കാർ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. നാളെ എറണാകുളത്ത് ആരും പൊക്കുമെന്ന് തോന്നുന്നില്ല. പൊക്കടാ, വരട്ടാ. 2 കൈക്കെങ്കിലും പിടിച്ച് പൊക്ക്. എല്ലാവർക്കും വരാം. അതല്ല ഓടിക്കരുത്. നാളെ കൊണ്ടുണ്ട്. ഈ ചെയർ പൊങ്ങുമെന്ന് തോന്നില്ല കേട്ടോ. കറക്റ്റ്. സപ്പോർട്ട് ചെയ്യങ്ങള്. വാ. ഞാൻ ഓൾറെഡി കാണിച്ചിപ്പ. ചുമ്മാന്ന് പഴയ ജിംനസ്റ്റ്. വെറുതെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചാൽ ഇത്ര. കുടിച്ചു. എറണാകുളത്തുള്ള ആരെങ്കിലും ബുക്ക് ചെയ്ത് ചേറ് അവൻ പറയണ്. ഓർത്ത് വെച്ചോട്ടെ. പറഞ്ഞേക്കെ കൊണ്ട് ജിമ്മിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ട്രെയിനർ നിൽക്കുന്നു. ട്രെയിനർ എങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന മാത്രമേ കാണാറുള്ളൂ. ട്രെയിൻ ചെയ്യുന്ന കണ്ടിട്ട്. എന്താണ് ചെയ്യുന്നത്? വെയിറ്റ് ലിഫ്റ്റിംഗ് ആണോ? അവൻ ചെയ്യുന്നത് നീ കണ്ടോണ്ട് നിൽക്കുന്നു. അവൻ ചെയ്യുന്നത് ശരിയാണോ നോക്കുന്നു. ഇവൻ ഹെൽത്തി കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. വീട്ടില് റെസ്റ്റോറന്റ് കൂടി ഉണ്ട്. അത് ഇവൻ തന്നെ നോക്കി നടത്തുന്ന. മീൻകറി അതെല്ലാം അവിടെ കഴിച്ചു തീർക്കുന്ന ഇവനാ.
അമ്മ ഉണ്ടാക്കി ഞാൻ കഴിക്കുക. ഇപ്പൊ എം ബി ചെയ്യുന്ന വെയിറ്റ് വെയിറ്റ് ലിഫ്റ്റിംഗ് പറ്റുമോ? ലിഫ്റ്റിംഗ് നോർമലി ഒളിമ്പിക് ഗെയിം വെയിറ്റ് ലിഫ്റ്റിങ്ങിന് പൈസ ഇല്ല. പൈസ ഇല്ലെന്നാ ആര് പറഞ്ഞു? ഇത് എത്ര പൈസ ഉണ്ടാക്കിന്? ഈ വെയിറ്റ് ലിഫ്റ്റിംഗ് ഞാൻ ചെയ്യാറില്ല. ചെയ്തിട്ടുണ്ട്. ഒളിമ്പിക്സിൽ മെഡൽ മേടിച്ച ആൾക്കാർ വന്നു പൊടി തട്ടി ഇരിപ്പുണ്ട് കേരളത്തിലല്ല ഇന്ത്യയിൽ. അപ്പോൾ പൈസ ഒന്നും ഇല്ലാത്ത ഒരടിക്ക് ആയില്ല. വേണ്ട, അത് കാര്യം മെഡൽ കിട്ടണോ? വേറെ കാര്യം കിട്ടാത്ത മെഡലിനെ കുറിച്ച് ഞാൻ എന്തിനു ആഗ്രഹിക്കണം. ഡേ 52 ഓഫ് കാർണിവറസ് ഡയറ്റുമായിട്ട് നിങ്ങളുടെ നാച്ചുറൽ ബോഡി ബിൽഡർ എത്തിയിരിക്കുകയാണ്. എന്ത് ചെയ്യാനാ കുറച്ച് വൈറൽ വീഡിയോസ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ 52 ദിവസത്തിൽ 25 ദിവസം കണ്ട് ജിമ്മി വന്നിട്ടുള്ളൂ. ആ 25 ദിവസത്തിൽ ഏകദേശം ഒരു 5-6 ദിവസത്തെ പ്രോപ്പറായിട്ട് കളിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ കുറച്ച് മീഡിയോക്കർ വർക്കൗട്ട്സ് ആണ്. എന്തായാലും ഇന്ന് ഞാൻ തുടങ്ങിയത് പുള്ളപ്പ് ആയിട്ടാണ്. പുള്ളപ്പൊക്കെ ഇപ്പൊ നേരത്തെക്കാട്ടിലും കൂടുതൽ ചെയ്യാം. 12-15 അടുപ്പിച്ച് കുറെയൊക്കെ ചെയ്യാം. ഇത് കഴിഞ്ഞ് ഞാൻ കളിച്ചത് ലാറ്റ്സ് പുൾ ഡൗൺ ആണ്. ലാറ്റ്സ് പുൾ ഡൗണിനെ ഫുൾ സ്റ്റാക്ക് അടിച്ചേച്ച് ഞാൻ ഈ ഇടക്കായിട്ട് ഞാൻ പറയുന്നില്ലേ, വലുതായിട്ട് എഫേർട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ്. ഡയറ്റ് എക്സ്ട്രീം കഴിക്കാൻ പറ്റും, അത്ര എക്സ്ട്രീമിലാണ് ഡയറ്റ് ഇരിക്കുന്നത്. ഞാൻ തട്ടിപ്പോകുന്നില്ല, പേടിക്കണം. എന്തായാലും വർക്കൗട്ട് മീഡിയോക്കർ ആയിരുന്നു ഇത്ര ദിവസങ്ങളിൽ. എല്ലാ ദിവസവും എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ദിവസം മാത്രം ഫോക്കസ് ചെയ്തിട്ട് നല്ലൊരു വർക്കൗട്ട് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞാണ് ഞാൻ ജിമ്മിൽ വന്നത്. അതുകൊണ്ട് മിക്ക എക്സസൈസും ഞാൻ 100% കൊടുത്തിട്ടുണ്ട്. എന്നെ മുഖം കണ്ടാൽ നിങ്ങൾ പറയൂ 100% കൊടുത്തില്ലെന്ന് പറയരുത് പ്ലീസ്. അപ്പോൾ അടുത്തത് നമ്മുടെ ഹാമർ കേൾസ് ആയിരുന്നു. ഹാമർ എന്നല്ല പറയുന്നതിന് ഉറപ്പില്ല. എന്തായാലും 30 കിലോ ഇതിന്റെ പൊക്കത്തോട് ജിമ്മിൽ വെയിറ്റ് ഇല്ല. ഇനി ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഞാൻ കുറച്ചുകൂടി ഫ്രീക്വന്റ് ആയിട്ട് ഇടാൻ ശ്രമിക്കാം. അപ്പം ഐ വിൽ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. ഇന്നത്തെ വർക്കൗട്ട് തീർന്നിരിക്കുന്നു. പോകൂ ഇവിടുന്ന് പോകൂ. ട്രെയിനർ ഇവിടുന്ന് ഇറങ്ങൂ. ആ ഫാമിലി പാക്ക് 6 പാക്ക് ആക്കണ്ട നമുക്ക്. ഗൈസ് കമന്റ് ചെയ്യൂ, നമുക്ക് ട്രെയിനറിനെ 6 പാക്ക് ആക്കി ഒരു സെറ്റ് ആക്കി ബോഡി എടുക്കുന്ന വീഡിയോ ചെയ്യണോ? ചിലവായിരിക്കും, പക്ഷേ എനിക്ക് വലിയ 5 മില്യൻ്റെ സെലിബ്രേഷൻ നമുക്ക് ഇപ്പോഴും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് വേണമെങ്കിൽ നിങ്ങൾ കമൻസിൽ പറയൂ. അതനുസരിച്ച് നമുക്ക് സെറ്റാക്കാൻ നോക്കാം. തൽക്കാലം എനിക്ക് കുറച്ച് പ്ലാൻ ഉണ്ടായിരുന്നു വീഡിയോ ഒക്കെ ഉണ്ടാക്കാം, പക്ഷേ അതിനിപ്പോൾ ഞാൻ ഒടുക്കത്തെ ബിസി ആയിട്ടിരിക്കുകയാണ്. എന്തായാലും ഐ ഹോപ്പ് യു ഗൈസ് ആർ വണ്ടർഫുൾ.